ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയ സമയം കഴിഞ്ഞ വിവരം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പലതവണ അറിയിച്ചതാണ്. പക്ഷേ എന്നിട്ടും കേന്ദ്രം പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാണ് കേന്ദ്രം റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാത്തത്? അവിടെയാണ് അമിത്ഷയുടെയും കൂട്ടരുടെയും ഭയം നമുക്ക് തിരിച്ചറിയുന്നുള്ളത്, സംഘപരിവാറിനല്ല. ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകഴിഞ്ഞാൽ, ഭരണഘടനാ ബെഞ്ച് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കും. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആർട്ടിക്കിൾ 14 വിരുദ്ധമാണ് എന്ന് ഭരണഘടനാ ബെഞ്ചിന് എന്തായാലും ഉച്ചത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഭരണഘടനാ ബെഞ്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് നരിമാന്റെ ഒരു സംഘമായിരിക്കും അതിലുണ്ടാവുക. അവരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാമെന്ന് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. പിന്നീട് എന്ത് സംഭവിക്കും എന്നറിയില്ല. അങ്ങനെ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം കേന്ദ്രം ഇതുവരെയായിട്ടും 4 ആഴ്ച കഴിഞ്ഞിട്ട് പോലും, അതായത് 4 ആഴ്ച കഴിഞ്ഞ് ഇപ്പോൾ 7ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പോലും കോടതി നൽകിയ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാത്തത്. ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കെന്തിനാണ് ഇത്ര വലിയ സമയം? ഇവർ വളരെ വിശദമായി പറഞ്ഞതല്ലേ, ഞങ്ങൾ ഈ നിയമം കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ വിശദമായ ഒരു പഠനം നടത്തിയിരുന്നു, വിശദമായ രീതിയിൽ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ലംഘനമാണോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിരുന്നു. അതിലൊക്കെ ശരിയാണ് എന്ന് തോന്നിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നത് എന്ന് ഇവർ പറയുമ്പോൾ, ഇവർക്കെന്തുകൊണ്ട് ആ പറഞ്ഞതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചാൽ? അവരെന്തുകൊണ്ടാണ് ഇതുവരെ ആ റിപ്പോർട്ട് സമർപ്പിക്കാത്തത്? അവർക്ക് കൂട്ടിയും കുറച്ചും ഗുണച്ചും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് കിട്ടുന്നത് ഭരണഘടനയ്ക്ക് ഈ നിയമം ലംഘനമാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് ഈ നിയമം ലംഘനമായിരിക്കുമ്പോൾ ഈ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ പരാജയപ്പെടും എന്നുള്ള വിശ്വാസമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു ചാടിക്കയറ്റത്തിന് അമിത്ഷയും കൂട്ടരും തയ്യാറാകും. ചീഫ് ജസ്റ്റിസിനെ പോലെയുള്ള മുതിർന്ന ജഡ്ജിമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിക്കാണും. കാരണം അതാണല്ലോ രീതി. പക്ഷേ അതിൻ്റെ ഒരു പരിപൂർണത ചിലപ്പോൾ നടന്നു കാണില്ല. അതിനായിരിക്കാം ഈ സമയം അവരിങ്ങനെ വൈകിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 ആഴ്ചയാണ് സുപ്രീം കോടതി കൊടുത്തത്. ആ 4 ആഴ്ചക്കകത്ത് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ഇതുവരെ റിപ്പോർട്ട് സമർപ്പിക്കാത്തത് തോൽക്കുമെന്നുള്ള ഉത്തമ ബോധ്യം അമിത്ഷയ്ക്കും കൂട്ടർക്കും ഉള്ളത് കൊണ്ടാണ്. സംഘികളെ, ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ കാണില്ല, പക്ഷേ ഞങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.